SIR-മായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു എന്യൂമറേഷൻ ഫോം നൽകാനുള്ള അവസാനത്തെ തീയതി. ഇന്നിപ്പോൾ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പുറത്തു വരികയാണ്. അപ്പോൾ ഒഴിവാക്കപ്പെട്ട ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ കുറെ അധികം പേരുടെ കൂടുതൽ പാലക്കാട്ട് കാണുന്നു. അതും BJP കേന്ദ്രങ്ങൾ, BJP ശക്തി കേന്ദ്രങ്ങളിലാണ് അവിടെ ഒരുപാട് ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അവരെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പാലക്കാട് നഗരത്തിലെ BJP കേന്ദ്രങ്ങളിലെ അജ്ഞാത വോട്ടുകളാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. SIR-ൽ വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് ഇത്രയും പേരെ ഒഴിവാക്കിയിരിക്കുന്നത്. BJP ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ 50 മുതൽ 65% പേരെയും BLO-മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ന്യായീകരണമാണ് പറയുന്നത്. ഇത്രയധികം ആളുകൾ BJP കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ എങ്ങനെ കടന്നുകൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. സാജിദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ BJP-യുടെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ ഇത്രയധികം ആളുകളെ, BLO-മാർ അവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ നന്നായി BLO-മാർ അവരുടെ കൃത്യം നിർവഹിച്ചു. അതിനിടയിൽ ഇത്രയും അധികം ആളുകളെ ഒരു സ്ഥലത്തൊക്കെ കാണാതാകുന്നത് വളരെ ദുരൂഹമായി തന്നെ തോന്നുന്നുണ്ട്. എവിടെയാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്ത് വിശദാംശങ്ങളാണ് സാജിദിന് ലഭിക്കുന്നത്? സൈഫുദ്ദീൻ, ജിൽസി, ഗുഡ് മോർണിംഗ്. ഈ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ അതിനെ അനുകൂലിച്ച ഏക രാഷ്ട്രീയ പാർട്ടി BJP-യാണ്. അതിൻ്റെ തുടക്കത്തിലെ പണി കിട്ടിയിരിക്കുന്നത് BJP-ക്കാണ്. ഈ BJP-ക്ക് ഇനി ഇതിൽ വലിയ പരാതി പറയാൻ കഴിയില്ല. കാരണം ഇത് ഉള്ള ആളുകളെ വെട്ടിമാറ്റിയതല്ല, അജ്ഞാതരായ ആളുകളാണ്. BJP-യുടെയും RSS-ന്റെയും കൊത്തളങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളിൽ ഇത്രയും കാലം ഇല്ലാത്ത വോട്ടുകൾ ചെയ്തതാണോ എന്ന സംശയം, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട സംശയമാണ് ഉയരുന്നത്. അത്രമേൽ ആളുകളെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. അതിൽ പാലക്കാട് മണ്ഡലത്തിൽ മൊത്തം 32,165 പേരെ വെട്ടിമാറ്റിയിരിക്കുന്നു. ഈ പാലക്കാട് നഗരത്തിലെ BJP-യുടെ ചില ബൂത്തുകളുടെ ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ബൂത്ത് നമ്പർ 63 വടക്കന്തറ ഡോക്ടർ നായർ GUP സ്കൂളിലെ ബൂത്താണ്. ഇവിടെ 470 പേരെയാണ് വോട്ടർമാരെ അജ്ഞാതരായി കണ്ടെത്തിയത്. അതായത് 470 പേരെയാണ് ഇവിടെ നിന്ന് ഒഴിവാക്കിയത്. ഇതിൽ 305 പേരും അജ്ഞാതരാണ്. അതായത് BLO-മാർക്ക് ഈ എന്യൂമറേഷൻ ഫോമുമായി ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല, ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇവരുടെ അയൽവാസികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഒഴിവാക്കുന്നത്. വടക്കന്തറയിൽ തന്നെ ബൂത്ത് നമ്പർ 62-ൽ 449 പേരെ ഒഴിവാക്കി. ഇതിൽ 246 പേരും അജ്ഞാതരാണ്. ഈ ബൂത്ത് നമ്പർ 36-ൽ 401 പേരെയാണ് ഒഴിവാക്കിയത്. ഇതിൽ 288 പേരും SIR വഴി BLO-മാർക്ക് കണ്ടെത്താൻ കഴിയാത്ത ആളുകളാണ്. മൂത്താന്തറ ബൂത്ത് നമ്പർ 57-ൽ നിന്ന് 250 പേരെ ഒഴിവാക്കിയതിൽ 148 പേരും അജ്ഞാതരായ ആളുകളാണ്. വടക്കന്തറയിൽ തന്നെ ബൂത്ത് നമ്പർ 43-ൽ നിന്ന് ഒഴിവാക്കിയത് 425 പേരാണ്. ഇതിൽ 321 പേരെയും BLO-മാർക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ്. അതായത് BJP-യുടെ ബൂത്തുകളിൽ നിന്ന്, ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ നിന്ന് ഒഴിവാക്കിയതിൽ പകുതിയിൽ കൂടുതൽ 50 മുതൽ 65% വരെ ആളുകൾ അജ്ഞാതരായ ആളുകളാണ്. ഇത്രയും കാലം അവർ വോട്ട് ചെയ്ത ആളുകളാണ്. ഇപ്പോഴെവിടെ പോയി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും BJP-ക്ക് ആണ് ഈ തുടക്കത്തിൽ വലിയ പണി കിട്ടിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ഒരു പക്ഷേ മറ്റ് പാർട്ടികളുടെയും ഈ വലിയ പാർട്ടി ഗ്രാമങ്ങളായ, ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളിലെ ബൂത്തുകൾ പരിശോധിച്ചാൽ ഇത്തരം അജ്ഞാതമായ വോട്ടുകൾ, അജ്ഞാതരായ വോട്ടർമാരെ കണ്ടെത്താൻ കഴിയും എന്നതിൽ സംശയമില്ല. നമുക്ക് ഈ ഗ്രാമീണ മേഖലയിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഈ വെട്ടിപ്പോയിട്ടുള്ള. ഉദാഹരണം എൻ്റെ ബൂത്ത് തന്നെ എടുത്താൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ പുലാപ്പറ്റ MNKMM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 70 ഈ ബൂത്ത് നമ്പർ. ഇവിടെ 27 പേരെയാണ് വെട്ടിയിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകൾ മരിച്ചുപോയ ആളുകളോ ഷിഫ്റ്റ് ചെയ്ത ആളുകളോ ആണ്. അങ്ങനെ അല്ല ഈ നഗരമേഖലയിലെ പാലക്കാട് നഗരത്തിലെ BJP കേന്ദ്രങ്ങളിൽ ഉള്ളത്. അൺട്രൈസബിൾ എന്നുള്ളതാണ് ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഉള്ളത്. അപ്പോൾ ഇത്രയും കാലം ഇത്രയും വോട്ടർമാർ എങ്ങനെയാണ് അവിടെ വന്നത് എന്ന ഒരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. BJP-ക്ക് ഇനി എന്തായാലും പരാതി പറയാൻ നിർവാഹമില്ല. കാരണം കേന്ദ്ര സ്വാഭാവികമായ ഒരു സംശയം ഉയരും. ഇത്രയും വോട്ടർമാർ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കാണുമോ?
എന്നൊരു ചോദ്യം അവിടെ ഉയരില്ലേ? അതോ നേരത്തെ പുറത്തായിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്താൽ അവിടെ ഇല്ലാതിരുന്ന ആളുകളായിരുന്നോ? അപ്പൊ ഇത്രയും അജ്ഞാതരായ ആളുകളുടെ കാര്യത്തിൽ ഈ സമയം വരെ എന്ത് സംഭവിച്ചെന്ന് കൂടി അറിയണ്ടേ? ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഇതിന്റെ ചെറിയൊരു അളവാണ് ഈ പോളിംഗ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കാര്യമായ പോളിംഗ് നടന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അതിനുശേഷം നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPക്കകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പോളിംഗിന്റെ അളവ് കുറഞ്ഞത്. എന്നാൽ ഇപ്രാവശ്യം തന്നെ 1100-ലധികം ഭൂരിപക്ഷത്തിനാണ് ഈ വടക്കന്തറ മേഖലയിൽ നിന്നുള്ള വാർഡിൽ നിന്ന് വിജയിച്ചു പോയത്. അതായത് മഹാഭൂരിപക്ഷം ആളുകളും ഈ BJPക്കാരും RSSകാരുമായ ആളുകളാണ്. അവിടെ ഈ പല തെരഞ്ഞെടുപ്പുകളും ബൂത്തിൽ ഇരിക്കാൻ LDFന്റെ UDFന്റെ പ്രതിനിധികൾ പോലും ഇല്ല. അവർക്ക് ഭയമാണ്. നമുക്കറിയാം, 10 വർഷം മുൻപ് നടന്ന ഈ മേഖലയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്യാമറാമാൻ സനോജ് കുമാർ ബേപ്പൂരിന് തല്ല് കിട്ടിയത്. അതിന് കാരണം അങ്ങോട്ടാരും കടന്നു ചെല്ലാറില്ല. അത്രയും അവരുടെ ഒരു പാർട്ടി കോട്ട കൊത്തളമാണ്. SIR വന്നപ്പോൾ സ്വാഭാവികമായും എന്യൂമറേഷൻ ഫോമുമായി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എത്തിയതുപോലെ ഇവരുടെ പേരിലും എന്യൂമറേഷൻ ഫോം പ്രിന്റ് ചെയ്ത് വന്നതാണ്. പക്ഷേ ഇത്തരം ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ഈ പലരും ഇല്ലാത്ത ആളുകളോ പണ്ടെന്നോ വന്ന് പിന്നീട് ഇങ്ങനെ വോട്ട് ചെയ്ത് പോകുന്ന ആളുകളോ ആണ്. BJPയുടെ പ്രധാന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അത് ഒരു വ്യാപാര മേഖല, മൂത്താന്തറ വടക്കന്തറ വ്യാപാര മേഖലയാണ്, പണ്ടെല്ലാം താമസിച്ച ആളുകളായിരിക്കാം, തങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് അവർ ചെയ്യുന്നത്. സൈഫുദ്ദീൻ ജിൽസി. യെസ് സാജിദ്, എന്തായാലും പരാതി പറയാൻ തൽക്കാലം നിർവാഹമില്ല. കേരളത്തിൽ SIR വരുന്നതിനോ ഇന്ത്യയിൽ SIR വരുന്നതിനോ യാതൊരു എതിർപ്പില്ലാത്ത BJPക്ക് എന്തായാലും തൽക്കാലം പാലക്കാടെങ്കിലും പണി കിട്ടിയല്ലോ എന്ന് നമുക്ക് ആലോചിക്കാം. അതെ, എന്തായാലും ഇത്രയും അജ്ഞാത വോട്ടുകൾ അവിടെ എങ്ങനെ കടന്നുകൂടി എന്ന കാര്യത്തിൽ ഒരു കാര്യക്ഷമമായ അന്വേഷണം വേണം. എന്നുവെച്ചാൽ ഇത്രയും അജ്ഞാത വോട്ടുകൾ എങ്ങനെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടി, അവർ നേരത്തെ വോട്ട് ചെയ്തു, അങ്ങനെയെങ്കിൽ അത് കള്ളവോട്ടായിരുന്നു, ആ കള്ളവോട്ട് ആർക്ക് തുണയായി എന്ന കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം.